ധ്യാനിക്കാൻ പോകുന്നത് ജപമാലയിലെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വിശ്വാസ പ്രമാണം ക്രിസ്തു മത പ്രബോധനങ്ങളുടെ സംഗ്രഹമാണ്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാതലാണ്. AD 325 കോൺസ്റ്റാന്റിനോപ്പിളിലെ സാർവത്രിക സൂനഹദോസ് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി ഇത് സ്ഥിരീകരിച്ചുറപ്പിച്ചു. ഈ വിശ്വാസ സംഹിതയുടെ സംക്ഷിപ്ത രൂപമാണ് ജപമാലയിൽ ഉപയോഗിക്കുന്നത്. ഇത് പറയുന്നത് എത്രയോ ശ്രേഷ്ഠം. ദിവ്യരഹസ്യങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രഖ്യാപനം പരിശുദ്ധ അമ്മയോട് നമ്മെ കൂടുതൽ ഐക്യപ്പെടുത്തുന്നു. കാരണം മനസ്സിൽ വിശ്വാസം, ഉദരത്തിൽ മിശിഹ എന്നായിരുന്നു മറിയത്തിൻ്റെ അവസ്ഥയെന്ന് വിശുദ്ധ അഗസ്തീൻ വാദിക്കുന്നു. ജപമാലയിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ കൊന്തയിലെ കുരിശ് പിടിച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത്. 1495 ലംഷ്യൻ എന്ന ഡൊമിനിക്കൻ വൈദികനാണ് ജപമാലയിൽ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തത്. ഞാൻ വിശ്വസിക്കുന്നു എന്നർത്ഥമുള്ള ക്രേദോ എന്ന ലത്തീൻ ക്രിയയിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്രീഡ് എന്ന വാക്കുണ്ടായത്. മലയാളത്തിൽ വിശ്വസിക്കുന്നേൻ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിലെ ആദ്യ വാക്ക് സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനുള്ള വിവിധ ഫോർമുലകളുടെ പേരായി തീർന്നു. മാമോദീസ നൽകാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച യേശുവിൽ നിന്നാണ് വിശ്വാസ പ്രമാണങ്ങളുടെ തുടക്കം. രക്തസാക്ഷികൾ മരണം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണമായത് ഈ വിശ്വാസ പ്രമാണം തന്നെ. ഇന്നും മതപീഡനത്തിൽ ക്രിസ്ത്യാനികളെ താങ്ങി നിർത്തുന്നതും ഈ വിശ്വാസമാണ്. വിശ്വസിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് ഞാനൊരിക്കലും വിജ്ഞാനം നേടുകയില്ല എന്നാണ് വിശുദ്ധ ആൻസലേം പ്രോസ്ലോഗിയോൻ പറഞ്ഞത്. വിശ്വാസത്തോടു കൂടി ജപിക്കുകയാണെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും നല്ലതാണ്. ഏറ്റവും മനോഹരമായ പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണെന്നാണ് മെഡ്ജുഗോറി മാതാവ് വെളിപ്പെടുത്തുകയുണ്ടായി.